ശ്രീ CH കുഞ്ഞമ്പു. സർ, കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ചെർക്കള ജാൽസൂർ ഇൻ്റർസ്റ്റേറ്റ് ഹൈവേ. അത് അഭിവൃദ്ധിപ്പെടുത്തണമെന്നാണ് എൻ്റെ സബ്മിഷൻ. കഴിഞ്ഞ 9 വർഷം മുമ്പാണ് ഈ റോഡിനെ BM&BC ചെയ്തത്. അതിനുശേഷം ഒരറ്റകുറ്റപ്പണിയും നടത്തിയിട്ടില്ല. അതിൻ്റെ ഫലമായി റോഡ് പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ് ഇപ്പോൾ ഗതാഗത യോഗ്യമല്ലാതായിരിക്കുകയാണ്. ഈ റോഡ് വഴിയാണ് മർക്കര, സുബ്രഹ്മണ്യം, മൈസൂർ, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സിറ്റിയിലേക്കും ആളുകൾ പോകാൻ ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഈ റോഡ് 5.5 മീറ്റർ വീതിയിലാണ് ഇപ്പോൾ മെക്കാഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെ OPBRC സ്കീമിൽപ്പെടുത്തിയിട്ട് ഉപരിതലത്തിൽ പൊളിഞ്ഞ സ്ഥലങ്ങൾ മാത്രം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയാണ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് ടെൻഡർ വിളിച്ചെങ്കിലും ആരും ഇത് കൂട്ടിയാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് OPBRC സ്കീമിലല്ല ഇത് പെടുത്തേണ്ടത്. ഒന്നുകിൽ 9 മീറ്റർ അല്ലെങ്കിൽ 12 മീറ്റർ വീതിയിൽ ഈ റോഡിനെ അഭിവൃദ്ധിപ്പെടുത്തണം. ഈ റോഡിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഹിൽ ഹൈവേയുടെ ഭാഗമാണ്. 6 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇപ്പോൾ ഹിൽ ഹൈവേ അതിനെ അഭിവൃദ്ധിപ്പെടുത്തുന്നുണ്ട്. ബാക്കി ഭാഗങ്ങളാണ് കൂടുതൽ പൊളിഞ്ഞിരിക്കുന്നത്. ആ ഭാഗം ഒന്ന് അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ സ്കീമിൽ ഏതെങ്കിലും ഉൾപ്പെടുത്തിയിട്ട് BM&BC ചെയ്യണം അതാണ് എൻ്റെ സബ്മിഷൻ. അതിനുവേണ്ടി ആവശ്യമായ നടപടി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഉന്നയിച്ച വിഷയം നമ്മുടെ സംസ്ഥാനത്തെ റോഡുകളുടെ പരിപാലനത്തിനായി നടപ്പിലാക്കിയ ഔട്ട്പുട്ട് ആൻഡ് പെർഫോമൻസ് ബേസ്ഡ് റോഡ് കോൺട്രാക്ട് OPBRC പദ്ധതിയിൽ ഉൾപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ്. ചേർക്കള ജൽസൂർ സംസ്ഥാന പാത വളരെ പ്രധാനപ്പെട്ടാണ് സാർ. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ടതാണ്. ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ 13 ജില്ലകളിലൂടെ, ഒരു ജില്ല ഒഴികെ 13 ജില്ലകളിലൂടെ 1200ഓളം കിലോമീറ്ററാണ് മലയോര ഹൈവേ. ഇത് യാഥാർത്ഥ്യമായാൽ കേരളത്തിൻ്റെ കാർഷിക ടൂറിസം മേഖലയിൽ വലിയ കുതിപ്പുണ്ടാകും. സംസ്ഥാന സർക്കാർ ഇത് വലിയ ശ്രദ്ധയോടുകൂടിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ശതമാനം പ്രവൃത്തി പൂർത്തീകരിച്ചു. ഈ വിഷയം പാക്കേജ് 4 ഉൾപ്പെട്ട പദ്ധതി ആദ്യഘട്ടത്തിൽ ടെൻഡർ ചെയ്തപ്പോൾ കരാറുകാർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് 2022 പദ്ധതിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിന് അനുമതി നൽകി. എന്നാൽ ഈ റോഡ് ഉൾപ്പെടെ പാക്കേജിലെ ചില റോഡുകളുടെ ഭാഗം മറ്റു പദ്ധതികളുടെ ഭാഗമായി നവീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ OPBRC പാക്കേജുകൾ 4ഉം 5ഉം ഒരുമിച്ച് ടെൻഡർ ചെയ്യുവാനുള്ള അനുമതി തേടിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ധനവകുപ്പിൻ്റെ തീരുമാനത്തിന് കാത്തിരിക്കുകയാണ്. എന്നാൽ 4, 5 പാക്കേജുകളിൽ ഉൾപ്പെട്ട റോഡുകളുടെ നവീകരണം അനിവാര്യമാകുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിലവിലുള്ള തുക ഉപയോഗിച്ച് റോഡ് നവീകരണം കൂടി സാധ്യമാക്കുക അത് കുറെ കൂടി നിലനിൽക്കുന്ന ഒരു സ്ഥിതിയായി വരും. ഇക്കാര്യം കൂടി ധനകാര്യ വകുപ്പിനെ അറിയിച്ച് ഒരു തീരുമാനമുണ്ടാക്കാൻ PWD ശ്രമിക്കും.